പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളി വാർത്ത നിഷേധിച്ച CPIM ജില്ലാ നേതൃത്വം. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചകൾ മാത്രമാണ് നടന്നതെന്നും മറ്റെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നുമാണ് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പ്രതികരണം. ജില്ലാ സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി സൃഷ്ടിച്ച വ്യാജ വാർത്തയാണ്. അടിസ്ഥാനരഹിതമായ വാർത്ത ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം വ്യാജ വാർത്തകൾ ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. ഇത്തരം വാർത്തകളെ സംബന്ധിച്ച് ഞങ്ങൾ നിയമപരമായി നേരിടും. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളി നിഷേധിച്ച മന്ത്രി VN വാസവനും രംഗത്തെത്തി. കമ്മിറ്റിയിൽ നടന്ന ചർച്ചയെ തർക്കമായി വ്യാഖ്യാനിക്കേണ്ടെന്നും വ്യാജപ്രചാരണത്തെ നിയമപരമായി നേരിടുമെന്നും VN വാസവൻ പറഞ്ഞു. യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. ആര് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി ഒരു 10:30 വരെ പത്തനംതിട്ട ഉണ്ടായിരുന്നു. ഞാൻ കമ്മിറ്റി പങ്കെടുത്ത അവസാനം പിരിയുന്ന സന്ദർഭത്തിൽ വരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ ആകെ ഒരു തർക്കം വേണമെങ്കിൽ പറയാവുന്ന ഈ മീറ്റിംഗ് വെക്കുന്നതിനെ സംബന്ധിച്ച സമയത്തിന്റെ കാര്യത്തിൽ ഹർഷനും പാൽകുമാറും തമ്മിൽ അന്യോന്യം അത് 3 മണിക്ക് വേണമെന്നും 5 മണിക്ക് വേണമെന്നും രാവിലെ വേണമെന്നും ഒരു തർക്കപ്രശ്നം ഉന്നയിച്ച് വേണമെങ്കിൽ അത് സ്വരം കൂട്ടിയായിരിക്കും. അതല്ലാതെ ഒരാളും അവിടെ കയ്യാങ്കളി നടത്തുകയോ മറ്റേതെങ്കിലും സംഭവങ്ങളോ ഉണ്ടായില്ല. ഒരു വാർത്ത അത് ബോധപൂർവ്വം ആരോ സൃഷ്ടിച്ചതാണ്. അതേസമയം പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തും. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഒരു തർക്കം മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് CPIM സംസ്ഥാന സെക്രട്ടറി അങ്ങോട്ടേക്ക് എത്തുന്നത് എന്ന വലിയ ചോദ്യമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. CPIMനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുന്നതും. ഇതിൽ നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പാർട്ടി പറയുമ്പോൾ അതിലേക്ക് പാർട്ടി കടക്കുമോ? അങ്ങനെ കടക്കാനുള്ള സാധ്യത അവർ നോക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും ഉണ്ട്. നേതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോഴും അക്കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അനുജ, ഇക്കാര്യത്തിൽ നേരത്തെ മന്ത്രി VN വാസവൻ സൂചിപ്പിച്ചത് തന്നെയാണ് പ്രശ്നത്തിന് കാരണം. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മാസം 8-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട മണ്ഡലത്തിലെത്തുകയാണ്. ഇത് എവിടെ വേണം? അടൂർ വേണോ അതോ ഇത്തരത്തിൽ പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ വേണോ എന്നൊരു ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ സമയക്രമത്തെ ചൊല്ലിയും വലിയ തർക്കം ഉടലെടുത്തു. ഇതാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് PV ഹർഷകുമാർ സംസ്ഥാന CITUവിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇത് കൂടാതെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. അതുകൂടാതെ മുൻ MLA A പത്മകുമാറും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായത്. എന്തായാലും അപ്പോൾ തന്നെ നേതാക്കൾ ഇടപെട്ട് പിടിച്ചു മാറ്റുകയായിരുന്നു. ഉടൻ തന്നെ ഈ ഒരു രാജ്യസന്നദ്ധയൊക്കെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി A പത്മകുമാർ. പക്ഷേ ജില്ലാ സെക്രട്ടറി അനുനയിപ്പിച്ച് പറഞ്ഞയക്കുക. എന്തായാലും ഇന്ന് ജില്ലാ സെക്രട്ടറി അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകളെല്ലാം വ്യാജമാണ്. UDF വണ്ടി ഇത്തരത്തിൽ വ്യാജ വാർത്ത ചമയ്ക്കുന്നത് ഇത് ആദ്യമായല്ല എന്നാണ് പറയുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് ഈ വിഷയം മന്ത്രി VN വാസവൻ അറിയിച്ചതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ അടുത്ത ദിവസങ്ങളിൽ പത്തനംതിട്ടയിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. ഈ വിഷയം ഇങ്ങനെ പോയാൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്ന് ജില്ലാ സെക്രട്ടറിയെ തന്നെ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചതായും വിവരമുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു നടപടിയില്ല. പക്ഷേ CPIM ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തും. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അച്ചടക്ക നടപടിയിലേക്ക് അടക്കം പോകാൻ വേണ്ടിയാണ് CPIMന്റെ സംസ്ഥാന നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, പത്തനംതിട്ടയിലാണ് CPIM യോഗത്തിൽ ഉണ്ടായ കയ്യാങ്കളി അത് വ്യാജ വാർത്ത എന്ന് നേതാക്കളുടെ വിശദീകരണം.